ഹായ് ഫ്രണ്ട്സ്, അപ്സ് വേവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കോളിഫ്ലവർ വെച്ചിട്ട് നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ള ഒരു കോളിഫ്ലവർ ഫ്രൈ ആണ് കേട്ടോ. നമ്മൾ ചിക്കൻ വരെ തോറ്റു പോകും, അത്ര അടിപൊളിയായിട്ടുള്ള ഒരു ഫ്രൈ ആണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ഇതേപോലെ വെള്ളത്തിൽ നല്ലോണം കഴുകിയെടുത്തിട്ട് ഒരു ബൗളിൽ വെള്ളത്തിൽ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് ഓരോ പീസായിട്ടെടുത്ത് ഇതുപോലെ വളരെ തിന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇനി ശരിക്കും നല്ല തിളച്ച വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇത് അതിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് വെള്ളം ഊറ്റി വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്താലും മതി. അങ്ങനെയാണ് എപ്പോഴും ചെയ്തെടുക്കാൻ കേട്ടോ. ഇനി ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കണേ ഇങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. നല്ലോണം കഴുകിയിട്ട് എന്നിട്ട് ഞാനൊരു ബൗളിൽ വെള്ളത്തിലിട്ട് കൊടുത്തിട്ട് അതിനെടുത്തെടുത്താണ് ഇതേപോലെ കട്ടി കുറച്ചിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ മുഴുവനായിട്ട് ഈ ഒരു രീതിക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റും ഫുഡ് കളറാണ്, റെഡ് കളറ് ഓപ്ഷണലാണ്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കത് നല്ലോണം കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. എരിവുള്ള മുളക് പൊടി ആണെങ്കിൽ 1 ടീസ്പൂൺ തന്നെ മതിയാവും കേട്ടോ. ഇത് എരിവ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ 2 ടീസ്പൂൺ എടുത്തത്. ഒരു 1/4 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലാദ്യം കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഇതിലേക്കിപ്പോൾ ഒരു 2 ടീസ്പൂണോളം മൈദയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോഴാണ് നമ്മൾ കോട്ടിങ് ഉതിർന്ന് പോവാതെ നല്ലോണം പിടിക്കുള്ളൂ കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഞാൻ കോൺഫ്ലവർ പൊടി അതുകൂടി 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തതാണ്. നിങ്ങൾ കയ്യിൽ കോൺഫ്ലവർ പൊടി ഇല്ലെങ്കിൽ അരിപ്പൊടി ആയാലും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. മൈദ സ്കിപ്പ് ചെയ്യാതെ ചേർത്ത് കൊടുക്കാൻ നോക്കാം. ഓയിൽ നല്ല ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ ഓയിലിൽ പപ്പടം ഒന്ന് പൊരിച്ചെടുത്തിട്ടോ. എന്നിട്ടാണ് ഞാൻ ഇത് ഫ്രൈ ചെയ്യാൻ പോണത്. അതുകൊണ്ടാണ് ഓയിലിൻ്റെ കളർ ഇത്തിരി ചേഞ്ചായത് കാണുന്നത് കേട്ടോ. ഞാൻ എന്നിട്ട് ഫ്രിഡ്ജിലൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചു. ഞാൻ ഭക്ഷണം കഴിക്കണ നേരത്തെ ചൂടോടെ പൊരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അത് കുഴച്ചിട്ട് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ചത് കേട്ടോ. നിങ്ങൾക്ക് അപ്പം തന്നെ ഇത് ഫ്രൈ ചെയ്യാം. ഞാൻ നേരത്തെ തന്നെ ഒന്ന് ചെയ്ത് വെച്ചതേ ഉള്ളൂ. ഭക്ഷണം കഴിക്കാൻ നേരത്തെ ഒന്ന് ചൂടോടെ ഒന്ന് ഫ്രൈ ചെയ്ത് ചോറ്റിനൊപ്പം കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാൻ ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ചെറിയ കോൾഡിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് കൂറ്റി ചെറുതായിട്ടൊന്ന് അടച്ചിട്ടുണ്ട്, ക്ഷമിക്കണം. അതുപോലെ തന്നെ നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടിട്ടും ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊക്കെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുത്തു. പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ നല്ലൊന്ന് കളർ ചേഞ്ചായി വന്നു. അപ്പോൾ ഞാൻ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കോരി മാറ്റാണ് കേട്ടോ. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ബാക്കിയുള്ള കോളിഫ്ലവർ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ചിക്കൻ വരെ തോറ്റു പോകും. നല്ല അടിപൊളിയായിട്ട് കോളിഫ്ലവർ ഫ്രൈ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് വെജിറ്റബിൾ കഴിക്കുന്നവർക്കും. അതുപോലെ തന്നെ എപ്പോഴും ചിക്കനൊക്കെ അല്ലേ നമ്മൾ കഴിക്കല്, നമ്മുടെ ബോഡി ഹീറ്റാവും. അങ്ങനത്തെ സമയത്തൊക്കെ ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ബാക്കിയുള്ളതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ തന്നെ മറിച്ചിട്ട് കൊടുക്കുക. ഒരു 1/2 മിനിറ്റെങ്കിലും ഓയിൽ ഹൈ ഫ്ലെയിമിലേക്ക് എടുക്കാൻ കേട്ടോ. എന്നാലേ കോട്ടിംഗ് ഒക്കെ നല്ല അതിൽ പിടിക്കുള്ളൂ. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് കോരി മാറ്റാം കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ആയി കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ അടിപൊളി ക്രിസ്പി കോളിഫ്ലവർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഈസി റെസിപ്പിക്ക് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നന്ദി. താങ്ക് യു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.